ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഹെൽ യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡ്രാമയുടെ 13ാമത്തെ എപ്പിസോഡ് ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സെയിൻ കഴിഞ്ഞ ദിവസം ജെറോം ആ ഒരു ലിക്വിഡ് സൊല്യൂഷനും കാര്യങ്ങളൊക്കെ അവരുടെ ലബോറട്ടറിയിൽ നിന്ന് വാങ്ങിച്ച കാര്യം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ സെയിൻ്റെ കയ്യിലുണ്ടല്ലോ. സോ ആ ഒരു രീതിയിൽ ചോദിക്കുമ്പോൾ വനസ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തതിനൊക്കെ അർത്ഥം എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട്. അപ്പോൾ സെയിന് പറയുന്നുണ്ട്, നീ എല്ലാ ഒരു ലിക്വിഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ആ ഒരു ആൽക്കഹോളിൽ കലക്കിയിട്ടുണ്ടായിരുന്നത് എന്തുദ്ദേശത്തിലാണ് ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, അത് ഞാൻ തന്നെയാണ് ചെയ്തത്. ഞാനൊരു ദിവസമാണെങ്കിൽ വയൽ മേഡം അതുപോലെ തന്നെ മറ്റേ ആളും കൂടെ ചേർന്നിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും സെയിനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടി തന്നെയായിരുന്നു എന്തെങ്കിലും പോയിസൺ നൽകണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് മുന്നേ നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നേരത്തെ മരുന്ന് കൊണ്ടുവന്ന ആ ഒരു ഗേൾ ഉണ്ടായിരുന്നല്ലോ. സോ ആ ഒരു ഗേളിൻ്റെ ഉത്തരവ് പ്രകാരമാണ് ഞാൻ ഈ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അവളാണ് എന്നോട് പറഞ്ഞത് ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീരെ പ്രശ്നങ്ങളോ കൂടുതൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ പെട്ടെന്ന് തന്നെ അതിനുള്ളൊരു പ്രതിമരുന്നും കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കൊടുത്തു. ആ ഒരു രീതിയിൽ വയലറ്റ് മാഡത്തിൻ്റെ ആ ഒരു അറ്റാക്കിൽ നിന്ന് നമുക്ക് സെയിനെ രക്ഷിക്കാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പോയിസൺ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കുറച്ചൊരു പ്രശ്നമോ കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കൂടെ പിന്നെ ആ ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിന് പ്രതിമരുന്നും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് നിനക്ക് തന്നത്, നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ മാറ്റ് പറയുന്നുണ്ടായിരുന്നു, ഈ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങളോട് ഈ കാര്യം പറഞ്ഞില്ല, അല്ലെങ്കിൽ ഞങ്ങളെയും കൂടി അറിയിക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ. കാരണം ഒരുപാട് ആൽക്കഹോളും കാര്യങ്ങളൊക്കെ സെയിൻ കുടിച്ചിട്ടുണ്ടായിരുന്നു, ഡെയ്വും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഡെയ്വിനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല അവരത് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഡെയ്വ് തീരെ പേടിക്കേണ്ട ആവശ്യമില്ല, സെയിനെതിരെയാണ് അവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാറ്റ് നല്ല രീതിയിൽ ചൂടാവുന്നുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോടൊന്ന് പറയണ്ടേ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഇത്രയും ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളോട് പറയാതെ എന്തിനാണ് നീ ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവൻ്റെ മേക്കിട്ട് കയറുന്നുണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും ചേർന്നിട്ട് മാറ്റിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് പിടിച്ച് നിർത്തുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് സെയിൻ പറയുന്നുണ്ടായിരുന്നു, നമ്മളെപ്പോലെ തന്നെ നമ്മളെ സഹായിക്കുന്ന വേറെയും ഗേൾസ് ഇവിടെ ഉണ്ടല്ലോ. പിന്നീട് നമ്മൾ കാണുന്നത് ആ ഒരു ലബോറട്ടറിയാണ്. ആ ഒരു ലബോറട്ടറിയിലാണെങ്കിൽ ആ ഡോക്ടർ ഇങ്ങനെ വേറൊരു പെൺകുട്ടീനെ വെച്ചിട്ട് ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, ഓരോ വിശകലനവും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സെയിനെയാണ്. സെയിനാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഇരുന്നിട്ട് അവളുടെ വർക്കും കാര്യങ്ങളൊക്കെ തീർക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് ഫ്രിഡ്സ് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഫ്രിഡ്സ് അവളോട് പറയുന്നുണ്ടായിരുന്നു, നമ്മൾ രണ്ടുപേരും ഏകദേശം ഒരേപോലെയാണ്, നമ്മൾ രണ്ടുപേരും ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുന്ന ആൾക്കാരാണ്. ഞാൻ നിന്നോട് ഒരുപാട് റൂഡായിട്ടും നിന്നെ ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ ബിഹേവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ രണ്ടുപേരും നല്ല സെക്രട്ടറീസ് ആയിട്ട് മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണ്. നമ്മുടെ രണ്ടുപേരുടെ ആഗ്രഹം ഇവിടുന്ന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ സുപ്രീമോനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഫ്രണ്ട്സ് ആവുന്നതായിരിക്കും നല്ലതെന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ ദേഷ്യവും കാര്യങ്ങളൊന്നും വെച്ചിട്ട് കാര്യമില്ല, ഭയങ്കര മഞ്ഞുരുക്കുന്ന രീതിയിലായിരുന്നു ഫ്രിഡ്സ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെയിൻ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നും ആവാൻ പറ്റുന്നില്ല, എന്നാലും ഇങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വെറുതെ ഇങ്ങനെ കൊണ്ടുനടന്നിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്നാലും അവൾ സെയിൻ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു, ഫ്രണ്ട്സ് എന്തായാലും ആവുന്നില്ല, നമുക്ക് നമ്മുടെ ആ ദേഷ്യവും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒരു ക്ലാസ്മേറ്റ്സ് ഒക്കെ പോലെ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഇതിനുശേഷം ഇവർ രണ്ടുപേരും ക്യാൻറ്റീനിലേക്ക് പോകുന്നുണ്ട്. ഫ്രിഡ്സ് പറഞ്ഞ പ്രകാരമാണ് പോകുന്നത്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോയിട്ട് ഫ്രിഡ്സ് നേരം ആൽക്കഹോൾ ഡ്രിങ്ക്സിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. സോ അവിടെ ചെന്നിട്ട് അവൾ ആ ഒരു ഡ്രിങ്ക്സോ കാര്യങ്ങളോ കുടിക്കാൻ എടുക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ടായിരുന്നു, അപ്പം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സായി എന്നുള്ള കാര്യം ഇവരറിയല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു അത് ശരിയാണല്ലോ എന്നാന്ന് അവൾ ഡ്രിങ്ക്സ് അവിടെ നിന്ന് എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു ഫ്രിഡ്സി. പിന്നീട് നമ്മുടെ സെയിൻ ആണെങ്കിൽ അവിടെ നിന്ന് ഡ്രിങ്ക്സ് എടുക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് റൊക്സാനയുടെ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് റൊക്സാന നമ്മുടെ സെയിനോട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ബാഗ് ഇപ്പോൾ താഴത്തേക്ക് വീഴാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്നിട്ട് റൊക്സാനയാണെങ്കിൽ ആ ഒരു ബാഗ് താഴേക്ക് ഇട്ടിട്ട് അവളുടെ ബാഗിലുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ അവൾക്ക് താഴത്ത് ഇങ്ങനെ വിതറുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളോട് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളാണെങ്കിൽ വേറെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ വേണ്ടല്ലോ വിചാരിച്ചിട്ട് ആ ഒരു ഇതൊക്കെ കാര്യങ്ങളൊക്കെ പെറുക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് വനേസി അതുപോലെ തന്നെ മിയയും വന്നിട്ട് അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ റൊക്സാന പറയുന്നുണ്ടായിരുന്നു, ഞാനാണ് ഇവിടുത്തെ ക്യൂന്ന് എനിക്കറിയാം, എന്നാലും എനിക്ക് ഈ ഒരു കാര്യം അറിയില്ലായിരുന്നു, ഇത്രയും പുതിയ പുതിയ അടിമകൾ എനിക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പെറുക്കിയിട്ട് ആ ഒരു ബാഗ് നമ്മുടെ സെയിന് റൊക്സാനയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ റൊക്സാന പറയുന്നുണ്ടായിരുന്നു എന്തൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ. ആ ഒരു സമയത്ത് തന്നെ വനസ പറയുന്നുണ്ടായിരുന്നു, നിന്റെ ഒരു ഫൗണ്ടേഷൻ ഇട്ട് ഈ ഒരു മുഖത്ത് നല്ലൊരു അടി കിട്ടാൻ പോകുന്നുണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ തന്നെ റൊക്സാന പറയുന്നുണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചു സെയിൻ മാത്രം വായ തുറന്ന് സംസാരിക്കുള്ളൂ എന്നുള്ളത്, നീ ആരാണ് എന്നോട് സംസാരിക്കുക എന്നുള്ള രീതിയിൽ സംസാരിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആരാണെന്നുള്ള കാര്യം നീ നോക്കണ്ട, എന്തായാലും നീ നിന്റെ കാര്യം നോക്കി പോകുമെന്ന് പറയുമ്പോൾ അവൾ ദേഷ്യത്തിൽ വരുമ്പോൾ ഒറ്റയടിക്ക് മിയ നല്ല രീതിയിൽ തന്നെ ഫേസിൽ ഒരു അടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ അടിയും കാര്യങ്ങളും കിട്ടിയിട്ടായിരുന്നു റൊക്സാന വേഗം അവിടുന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഫ്രണ്ട്സും കാര്യങ്ങളും അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഡെയ്വ് പറയുന്നുണ്ട്, ഓ മിയയ്ക്കൊക്കെ ഇത്രയും ധൈര്യമായോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സെയിന് പറയുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ ഓരോ പ്രശ്നത്തിലോ കാര്യങ്ങളോ ചെന്നിട്ട് നിനക്ക് അവസാനം അപകടം വരാതിരിക്കട്ടെ എന്നുള്ള രീതിയിൽ എന്തിനാ അവരായിട്ട് റൊക്സാനായിട്ട് പ്രശ്നത്തിന് പോയെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ മിയ പറയുന്നുണ്ടായിരുന്നു, ഇനി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നല്ല രീതിയിൽ കണക്കിന് കൊടുത്തോളാം എന്നുള്ള രീതിയിൽ. ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് എയ്സ് വന്നിട്ടുണ്ടായിരുന്നു. എയ്സും അതുപോലെ തന്നെ നമ്മുടെ സെയിനും ഉള്ളത് ഏകദേശം ഇപ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ അറിയാമല്ലോ, നമ്മുടെ മാറ്റും ആ രീതിയിൽ അവിടെ
അവളുടെ ഇഷ്ടമല്ലേ എന്നുള്ള രീതിയിൽ വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് എയ്സ് വന്നതുകൊണ്ട് തന്നെ അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ടായിരുന്നു. സെയിനും എയ്സും പരസ്പരം ഇഷ്ടത്തിലാണെങ്കിൽ എന്തിനാ വെറുതെ അതിൻ്റെ ഇടയിൽ കട്ടുറുമ്പാവണം എന്നുള്ള രീതിയിൽ നമ്മുടെ മാറ്റും അതിന് ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പോകുന്നിടയിൽ അവിടെ വേറെ ആരും കൂടെ നമ്മുടെ എയ്സിൻ്റെ ഒപ്പം വേറെ ഒരാളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഏഞ്ചലിക്ക വന്നിട്ടുണ്ടായിരുന്നു. സോ ഏഞ്ചലിക്കേനെയും വിളിച്ചിട്ടായിരുന്നു അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. നീ ഇവിടെ നിൽക്കേണ്ട, അവർ സംസാരിച്ചോടെ എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ഏഞ്ചലിക്കേനെ വിളിച്ചിട്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എയ്സ് വന്നിരിക്കുമ്പോൾ കാണുന്ന കാഴ്ച പറയുന്നത് നമ്മുടെ സെയിനാണെങ്കിൽ വെജിറ്റബിൾസ് അടക്കിയ ഒരു ഫുഡായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എയ്സ് ചോദിക്കുന്നുണ്ട്, നീ ഈ ഒരു ഫുഡാണോ കഴിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ വെജിറ്റബിൾസ് ആണ് കഴിക്കുന്നത്, ഇതെല്ലാം ഹെൽത്തിന് നല്ലത്, നമ്മൾ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡോ കാര്യങ്ങളൊക്കെ കഴിക്കണം, നീ വലിയൊരു പുരുഷനല്ലേ, നീ ഇങ്ങനെ നല്ല വെജിറ്റബിൾസോ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഭയങ്കര ഹെൽത്തി ആക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ എന്താ നീ ഫുഡ് കഴിക്കുന്നു, എന്നിട്ട് അവളിങ്ങനെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അവനോട് ട്രൈ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ഒരു വെജിറ്റബിൾ ഡിഷ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എയ്സ് അത് കഴിച്ചിട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല, നല്ല കയ്പോ കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെ എയ്സ് ആണെങ്കിൽ ബിറ്റർ ആ ഒരു ഫുഡോ കാര്യങ്ങളോ കഴിക്കുന്നത് മുന്നേ നമ്മുടെ സെയിൻ ആണെങ്കിൽ ആലോചിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ എയ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവളോട്, ഈ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പോൾ അവളാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ എയ്സ് ഭയങ്കര റൊമാൻറ്റിക്കായി പ്രപ്പോസ് ചെയ്തു, അതുപോലെ തന്നെ അവളെ കിസ് ചെയ്യാൻ വരും അങ്ങനെ അടുത്തേക്ക് വന്ന കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആ ഒരു എയ്സ് ഫസ്റ്റ് ഫുഡ് കഴിച്ചപ്പോൾ നല്ല രീതിയിലുള്ള കയ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സെയിൻ പറയുന്നു, അയ്യോ ഇത് അത്രയ്ക്ക് ബോറാണ്, അത്ര കയ്പൊക്കെ ഉണ്ട്, പക്ഷെ നല്ല ഹെൽത്തി ഫുഡാണല്ലോ, എങ്കിലും ഞാൻ വേറൊരു ഡിഷ് തരാം, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എയ്സ് ആണെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ കഴിക്കുന്നിടയിൽ അവൻ്റെ ബോഡിയോ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ റെഡ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ സെയിന് മനസ്സിലായി അവനത് അലർജിയാണെന്നുള്ള കാര്യം. അയ്യോ നിനക്ക് ഈ ഒരു ഫുഡ് അലർജിയാണ്, എന്നിട്ട് എന്താ പറയാഞ്ഞത്, ഞാൻ നിനക്കത് അലർജിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ടാണ് തന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ എയ്സ് പറയുന്നുണ്ടായിരുന്നു, നീ എനിക്ക് എന്ത് ഫുഡ് തന്നു കഴിഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല, ഇനി അലർജി ഉള്ളതാണെങ്കിൽ കൂടെ എൻ്റെ ബോഡിക്ക് ഒരു കുഴപ്പമില്ല, നീ തന്നതല്ലേ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ എയ്സിന് നല്ല രീതിയിൽ തന്നെ വയ്യാതെ ആവുന്നുണ്ട്, അവൻ മൊത്തത്തിൽ ബോഡി ഫുള്ള് റെഡ് ആവുന്നുണ്ട്. അവൾ വേഗം തന്നെ ബാക്കി സ്റ്റുഡൻസിനെ വിളിച്ചിട്ട് അവരുടെ സഹായത്തോട് കൂടിയിട്ട് നമ്മുടെ എയ്സിനെ നഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സെയിനാണെങ്കിൽ വേഗം തന്നെ എയ്സിനെ ആ ഒരു മെഡിക്കൽ റൂമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ജസ്റ്റ് ഫുഡ് അലർജി ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ നഴ്സ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഏഞ്ചലിക്ക വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്, നീ ആരാണ് നിൻ്റെ വിചാരം, നീ എന്താ സുപ്രീമോനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്, എന്ത് ഫുഡാണ് കൊടുത്തത്, അലർജിയാന്ന് അറിഞ്ഞിട്ടും നീ അവനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല നോക്കിയത്, ഞങ്ങൾക്കറിയാം നീ എൻ്റെയൊക്കെ നല്ല രീതിയിൽ കിട്ടാൻ നിൽക്കണം, നിന്നെ ഇതുപോലെ കൊല്ലും എന്നുള്ള രീതിയിൽ ഭയങ്കര ദേഷ്യത്തിൽ റൂഡായി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നഴ്സാണെങ്കിൽ അവൾ അവിടുന്ന് മാറ്റി നിർത്താൻ നോക്കുന്നു, മാക്സിമം നോക്കുന്നുണ്ട്, നീ ദയവേദി ഇവിടുന്ന് പോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ, ഇതൊരു മെഡിക്കൽ റൂമാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ നമ്മുടെ ജെയിനോട് പറയുന്നുണ്ടായിരുന്നു കൂടുതൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, അവൻ പെട്ടെന്ന് തന്നെ റിക്കവർ ആവും. അപ്പോൾ മറ്റേ മിസ്സ് വരുന്നുണ്ടായിരുന്നു അങ്ങോട്ടേക്ക്, ആ ഒരു സെക്രട്ടറിയിൽ പ്രവർത്തിക്കുന്ന മിസ്സ് വന്നിട്ട് നല്ലോണം ചെയ്ത് പറയുന്നത്, നീ എന്ത് പണിയാണ് കാണിച്ചിട്ട് ലെയിൻസും കാര്യങ്ങളൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ട്, നീ എന്ത് പണിയാണ് കാണിച്ചത്, സുപ്രീമോനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നോക്കിയെന്നുള്ള രീതിയിൽ മിസ്സ് നല്ല രീതിയിൽ തന്നെ ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നേഴ്സ് മാക്സിമം അവിടുന്ന് ആ ഒരു മിസ്സിനെ പറഞ്ഞു വിടാൻ നോക്കിയിട്ട് അങ്ങനെ മിസ്സ് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെയിനാണെങ്കിൽ സുപ്രീമോനെ എടുത്ത് ചേർത്ത് നിർത്തിയിട്ട് തന്നെ അവിടേക്ക് അവൾ നല്ല രീതിയിൽ ആശ്വാസം പകരുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ സെയിൻ്റെ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സംഭവം എന്താണെന്നുള്ളത് ഒക്കെ അവർ ചോദിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സെയിനാണെങ്കിൽ നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, താൻ കാരണം തനിക്ക് ആ ഒരു ഫുഡ് അലർജി നമ്മുടെ എയ്സിന് ആ ഒരു ഫുഡ് അലർജി ആണെന്നുള്ള കാര്യം നമ്മുടെ സെയിന് അറിയില്ലായിരുന്നല്ലോ. അങ്ങനെ ആ ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഏഞ്ചലിക്ക ആണെങ്കിൽ ഒരുപാട് ഗേൾസിനെയും കാര്യങ്ങളൊക്കെ കൂട്ടി വരുന്നുണ്ടായിരുന്നു. കൂട്ടി വന്നിട്ട് നമ്മുടെ സെയിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ സുപ്രീമോനെ കൊല്ലാൻ നോക്കിയതാണ് ഇവളെ എന്താ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഫ്രിക്സി വന്നിട്ട് ഫ്രിക്സിക്ക് ഈ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അപ്പോൾ ഫ്രിക്സി വന്നിട്ട് നമ്മുടെ സെയിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. നീ എന്ത് കണ്ടിട്ടാണ് ഇവളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, നീ ആദ്യം ഇവളെ ശത്രുഭാഗത്തുള്ള ഒരാളല്ലായിരുന്നു, നീ ഇപ്പോൾ സെക്രട്ടറിയോ കാര്യമൊന്നും അല്ലല്ലോ, നിന്നെ ഈ ഒരു സെക്രട്ടറി ലിസ്റ്റിൽ നിന്ന് മാറ്റിയിട്ടാണല്ലോ സെയിൻ അങ്ങോട്ടേക്ക് വന്ന് കയറിയത്, സോ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്നുള്ള രീതിയിലൊക്കെ അവിടെ റൊക്സാനെ അതുപോലെ തന്നെ ഏഞ്ചലിക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ സെയിനിനെ വട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു, നീ ഞങ്ങളുടെ സുപ്രീമോനെയാണ് കൊല്ലാൻ വേണ്ടി നോക്കിയത്, നീ അതിനുള്ള ശിക്ഷയും കാര്യങ്ങളും അനുഭവിച്ചേ മതിയാവും, ഞങ്ങൾ ഇത്രയും പേര് നമ്മുടെ സുപ്രീമോനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്, നീ സുപ്രീമോനെ കൊല്ലാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് നീ അനുഭവിച്ചേ മതിയാവും, എന്താ ഫ്രണ്ട്സ് നിങ്ങൾ പറയൂ, ഇവളെ കൊല്ലനെ വേണ്ടെന്നുള്ള രീതിയിലൊക്കെ ഏഞ്ചലിക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ റൊക്സാന നല്ല ദേഷ്യത്തിൽ വന്നിട്ട്, അതെ നീ ഞങ്ങളെ സുപ്രീമോനെ കൊല്ലാൻ നോക്കിയതാണ്, സോ നീ അതിനുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ അനുഭവിക്കുക തന്നെ വേണോ. എന്നിട്ടാണെങ്കിൽ മെയ്യും അതുപോലെ തന്നെ മാനസയുടെ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ പിടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഏഞ്ചലിക്ക് ആണെങ്കിൽ അവളെ പട്ടി തല്ലണ പോലെ നല്ല രീതിയിൽ തന്നെ തല്ലുന്നുണ്ടായിരുന്നു. ഒരു ഇരുമ്പ് വടി എടുത്തിട്ടായിരുന്നു തല്ലിയിട്ടുണ്ടായിരുന്നത്. റൊക്സാനയ്ക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഏഞ്ചലിക്ക് ഒരുപാട് തല്ലു കാര്യങ്ങളൊക്കെ കൊടുത്ത് അവൾക്ക് തീരെ വെയ്യാണ്ട്. എന്നിട്ട് റൊക്സാനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റൊക്സാന പറയുന്നുണ്ടായിരുന്നു മതിയിലെ എന്നുള്ള രീതിയൊക്കെ. എന്നിട്ട് വീണ്ടും ഇവളാണ് നമ്മുടെ സുപ്രീമോനെ കൊല്ലാൻ നോക്കിയ ഒരാളാണ്, എന്നിട്ട് നമ്മൾ വെറുതെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് അവളെ ട്രിഗർ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് റൊക്സാനെ നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഏഞ്ചലിക്ക ചോദിക്കുന്നുണ്ടായിരുന്നു ബാക്കി സ്റ്റുഡൻസിനോട്, നമ്മൾ എന്താ ഇവിടെ ചെയ്യേണ്ടത്, നമ്മുടെ സുപ്രീമോനെ കൊല്ലാൻ നോക്കിയ ഒരാളല്ലേ, സോ നമ്മൾക്ക് ഇവിടെ കൊല്ലണ്ടേന്ന് പറയുമ്പോൾ അവിടെ കുറച്ച്
സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ യെസ് അവളെ കൊല്ലണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അടിക്കുന്നുണ്ടായിരുന്നു. ഏഞ്ചലിക്ക് റൊക്സാനെ മാറി മാറി നല്ല രീതിയിൽ തന്നെ തല്ലുന്നുണ്ടായിരുന്നു. എന്നിട്ട് കൊല്ലണമെന്ന് പറഞ്ഞൊരു ഫൈനൽ ഡിസിഷനിൽ ഒറ്റയടി അടിക്കാൻ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് എയ്സ് വന്നാൽ അത് തടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എയ്സ് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് നീ എന്തവിടെ കാട്ടിക്കൂട്ടുന്നത്, നീ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത്, ഈ റൂമിൽ നിൽക്കുന്ന എല്ലാവരും ഇവിടെ തന്നെ നിൽക്കണം, ഇതെൻ്റെ ഓർഡറാണ്, ഇവിടുന്ന് ഒരാൾ കാല് മാറി പോകാൻ പാടില്ല, ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയുന്നത് നമ്മുടെ സെയിനെ എടുത്ത് കൊണ്ടുവന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് ഹൈപ്പ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സോ ബൈ.